കരുനാഗപ്പള്ളി തീരമേഖലയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനുള്ള ചീപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. മണ്ണൽക്കടവിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കരുനാഗപ്പള്ളി നഗരസഭയുടെ തീരമേഖലയായ 1-ാം ഡിവിഷനിലെ മണ്ണേൽക്കടവിലാണ് ആധുനിക ചീപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുണ്ടായിരുന്ന പരമ്പരാഗത ചീപ്പ് തകർന്നതോടെ TS കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറി കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ നിരവധി കുടിവെള്ള സ്രോതസ്സുകളും കൃഷിയിടങ്ങളും നശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് വാർഡ് കൗൺസിലറും പ്രദേശവാസികളും നഗരസഭയുടെ സഹായത്തോടെ ദീർഘകാലമായി നടത്തിവന്ന പരിശ്രമത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ വെച്ചാണ് ഇവിടെ ആധുനിക ചീപ്പ് നിർമ്മിക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാക്കിയത്. തുടർന്ന് മൈനർ ഇറിഗേഷൻ വകുപ്പിൽ നിന്നും സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണം അനുവദിക്കുകയുമായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടുകൂടി മൈനർ ഇറിഗേഷൻ്റെ പദ്ധതിയിൽപ്പെടുത്തി 7.5 ലക്ഷം രൂപ ചെലവിൽ ആധുനിക രീതിയിലുള്ള ഒരു ചീപ്പ് നിർമ്മാണമാണ് ഇവിടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പണി ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും 1-ാം ഡിവിഷനിലെ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന രീതിയിൽ ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. വാർഡ് കൗൺസിലർ സീമ സഹജൻ അധ്യക്ഷത വഹിച്ചു. കെ പ്രകാശ്, എം സുരേഷ് കുമാർ, കടയ്ക്കൽ രാജൻ, പി വിജയൻ, സ്മിത വിജയൻ, വേളൂർ മണ്ണേൽ, ശ്രീകുമാർ, ബിബിൻ, സത്യശീലൻ, ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.